തെലങ്കാനയിൽ മദ്രസയ്ക്ക് നേരെ ആക്രമണം. ബലിപെരുന്നാളിന് ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നതിനെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 13 BJP യുവമോർച്ച നേതാക്കൾ അറസ്റ്റിലായി. തെലങ്കാനയിലെ മോദക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ വിനയ ചേരുന്നുണ്ട്. വിനയ, തെലങ്കാനയിൽ മദ്രസയ്ക്ക് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടായത്. ബലിപെരുന്നാൾ ദിനത്തിൽ ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥയിലാണോ അവിടെയുള്ളത്? ഹരിത, വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തെലങ്കാനയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബലി പെരുന്നാളിന് ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നതിന് തെലങ്കാനയിലെ മദ്രസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മേദക് ജില്ലയിലെ മിൻഹാജുൽ ഉൽ മദ്രസയ്ക്ക് നേരെയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തീവ്ര ഹിന്ദുത്വ സംഘടനയായിരുന്നു ഈ മദ്രസയ്ക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ബലിയർപ്പിക്കാനായി കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ചയായിരുന്നു ഈ മദ്രസ മാനേജ്മെന്റ് കന്നുകാലികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ മൃഗങ്ങളെ കൊണ്ടുവന്നതിന് പിന്നാലെ ഈ തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ മദ്രസയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിരിച്ച് വിട്ടിരുന്നു. എന്നിരുന്നാൽ കൂടി 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ജനക്കൂട്ടം വരികയും ആക്രമണം നടത്തുകയുമായിരുന്നു. ഈ ജനക്കൂട്ടം വടികളുമായി വരുന്നതും കൂടാതെ ഈ കാറിൻ്റെയും മറ്റു വസ്തുതകളൊക്കെ തള്ളി തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ മദ്രസയിൽ ഉണ്ടായിരുന്ന പലർക്കും പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും ഈ ആശുപത്രിക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഇത്തരത്തിൽ സംഘടനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ യുവമോർച്ച പ്രസിഡന്റ് BJP സംഘർഷവുമായി ബന്ധപ്പെട്ട് BJP മേദക് ജില്ലാ പ്രസിഡന്റ് ഗദ്ദാം ശ്രീനിവാസ്, കൂടാതെ BJP മേദക് ടൗൺ പ്രസിഡന്റ് M നയൻ പ്രസാദ് തുടങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ജയ് ശ്രീറാം വിളികളുമായി എത്തിയായിരുന്നു ഇത്തരത്തിൽ മദ്രസയ്ക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 100 കണക്കിന് RSS ഹിന്ദു വാഹിനി പ്രവർത്തകരായിരുന്നു ഈ സംഘർഷം നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ തെലങ്കാനയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ കൂടുതൽ പോലീസ് സേനയെ തെലങ്കാനയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഹരിത. ശരി, വിനയാണ് വിവരങ്ങൾ നൽകിയത്.